ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ, എലഗൻസ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ് പത്തനാപുരം, AR കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി കുറ്റാരം, വിജയകൃഷ്ണ ജുവലേഴ്സ് പുനലൂർ, പവിത്രം ജുവലേഴ്സ് പുനലൂർ, ഭാരത് ഐ ഹോസ്പിറ്റൽ പുനലൂർ, തോട്ടുകടവിൽ ട്രേഡേഴ്സ് പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ പരുത്തിപ്പാറ, KMK ഹോസ്പിറ്റൽ കുന്നിക്കോട് ആൻഡ് സ്റ്റൈൽ ബാത്ത് കൊട്ടാരക്കര ആയൂർ പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, bathroom fittings, modular kitchen, plumbing, tiles, sanitary, paint, furniture, granite, cement, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. Elegant Events and Caterers, Pattanapuram. Make your days elegant and eventful. വിവാഹ നടത്തിപ്പിനും മറ്റ് പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ്, പത്തനാപുരം. Catering service. We cater for all occasions. Elegant Events. SBT ATM സമീപം, KO Abraham Building, പത്തനാപുരം. Phone 99476970. AR College of Engineering and Technology near Kuttalam, Tamil Nadu. AICTE approved, affiliated to Anna University, Chennai. Courses offered: UG courses, BE Mechatronics, BE Civil Engineering, BE Computer Science and Engineering, BE Electronics and Communication Engineering, BE Mechanical Engineering, BE Electrical and Electronics Engineering, BE Automobile Engineering. PG courses: ME Applied Electronics, ME Computer Science and Engineering, ME Power Electronics, ME Structural Engineering, ME Computer Aided Design. For admission contact AR Information Center, Chowk Road, Punalur. Phone 9562023444. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ. ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ, സർക്കിൾ ഓഫീസിന് സമീപം, മാർക്കറ്റ് ജംഗ്ഷൻ, അഞ്ചൽ. വാദം, നട്ടല്, ഞരമ്പ്, അസ്ഥി എന്നിവ സംബന്ധിച്ച രോഗങ്ങൾ, കുട്ടികൾക്ക് ജന്മനാ ഉണ്ടാകുന്ന അംഗവൈകല്യം എന്നിവയ്ക്ക് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധമായ ഫിസിയോതെറാപ്പി ചികിത്സ നൽകുന്നു. പ്ലേറ്റ്, സ്ക്രൂ എന്നിവ ഇട്ടതിനു ശേഷം സന്ധികൾക്ക് വഴക്കമുണ്ടാകാനുള്ള ചികിത്സ നൽകുന്നു. ശ്രീവിനായക, എ കംപ്ലീറ്റ് ഫിസിയോതെറാപ്പി സെന്റർ. ഫോൺ 9495042901. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SBTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കും. മാച്ചിംഗ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ് എന്നിവയ്ക്കും ഇവിടെ പ്രത്യേക സെലക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു. ഷഹനാസ്, ലാക്മി, ഐറ്റക്സ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ, കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നതിനാൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്ത: കാഴ്ചശക്തിയില്ലാത്ത യുവാവിനെയും കുടുംബത്തെയും ജമാഅത്ത് ഭാരവാഹികൾ വീട് കയറി മർദ്ദിച്ചതായി പരാതി. മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി കിഴക്കൻ മേഖലയിൽ അനധികൃത ഇറച്ചി വിൽപ്പന. പത്തനാപുരത്ത് KSU മാർച്ചിനിടെ സംഘർഷം, പോലീസ് ലാത്തിവീശി. വാർത്തകൾ വിശദമായി. കാഴ്ചശക്തിയില്ലാത്ത യുവാവിനെയും സഹോദരിയെയും മാതാവിനെയും ജമാഅത്ത് ഭാരവാഹികൾ വീട്ടിൽ കയറി മർദ്ദിച്ചതായി പരാതി. പരിക്കേറ്റ കുടുംബം പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്.
ഇടമൺ 34 താഴത്ത് വീട്ടിൽ ഷമീർ, സഹോദരി ഷഹർബ, മാതാവ് സൽമ ബീവി എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിയോടെ ജമാഅത്ത് ഭാരവാഹികളായ സലീം, നാസർ, ഷിഹാബ് എന്നിവർ ചേർന്ന് വീട് കയറി ആക്രമിക്കുകയായിരുന്നുവെന്ന് ഷമീർ പറഞ്ഞു. നോമ്പുമായിട്ട് സംസാരിച്ച് പോലും നടക്കും പള്ളിക്കാരെ പുള്ളി വിളിച്ചു വരുത്തുകയും പള്ളിക്കാർ ഞങ്ങളെ വീട് കയറി ആക്രമിക്കുകയും ചെയ്തത്. ഞങ്ങളുടെ വീട്ടിൻ്റെ ഇതിനു മുമ്പ് വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തിയായിരുന്നു, കൊന്നുകളയെന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നു. ആണുങ്ങൾക്ക് എന്തും ആവാം, സ്ത്രീകൾക്കൊന്നും മക്കളൊന്നും അവകാശമില്ല. അതൊക്കെ ഞങ്ങൾ പറഞ്ഞ നിയമം, ജമാഅത്ത് നിയമം കഴിഞ്ഞിട്ടേ കോടതിക്ക് നിയമമുള്ളൂ. നിന്റെ വക്കീലെ കോടതി കാണിച്ചു തരാമെന്ന് ജമാഅത്ത് പ്രസിഡന്റ് ഞങ്ങളെ കൊല്ലുപോലെ വെല്ലുവിളിച്ച വ്യക്തിയാണ്. ജമാഅത്ത് പ്രസിഡന്റിന്റെ പേര് സലീം എന്ന് പറയും, സത്രമുക്കുകാരനാണ്. പിന്നെ ഷിഹാബ് എന്ന് പറയും, കോഴിക്കച്ചവടം നടത്തുന്ന ഇടമൺ 34, ഷെരീഫ് എന്ന് പറഞ്ഞാൽ മോഹനാണ്, പട്ടയം ഭാഗത്തുള്ള. പിന്നെ ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്റ്റർ നാസർ എന്ന് പറയും, അവർ പുള്ളിക്കാരൻ പാവം പിടിച്ചൊരു മനുഷ്യനാണ്. അയാളുടെ ഒരു മൂത്ത മകളുണ്ട് നാസർ എന്ന് പറയുന്നത്. ഇവരൊക്കെ ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണ്. അവരുടെ 3-4 ജയിലിൽ ലോക്കപ്പിലും കിടന്നിട്ടുള്ള വ്യക്തികളാണ്. ഷമീറിന്റെ പിതാവ് ബഷീറും കുടുംബവുമായി കഴിഞ്ഞ 6 വർഷമായി പിണങ്ങി കഴിയുകയായിരുന്നു. ഷമീറും കുടുംബവും താമസിക്കുന്നതിന് സമീപത്ത് തന്നെയാണ് ബഷീറും താമസിക്കുന്നത്. വെള്ളിയാഴ്ച ഇവർ തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും തുടർന്നെത്തിയ ജമാഅത്ത് ഭാരവാഹികൾ ഷമീറിനെയും കുടുംബത്തെയും മർദ്ദിക്കുകയായിരുന്നു അത്രേ. പരിക്കേറ്റ ഷമീറും സഹോദരി ഷഹർബയും മാതാവ് സൽമ ബീവിയും പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ തെന്മല പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ലൈവ് വാർത്ത, പുനലൂർ. കുളത്തൂപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് നാട്ടുകാർക്കു നേരെ ഗുണ്ടാപ്രയോഗം നടത്തിയ സംഭവം വിവാദമാകുന്നു. ഡിവൈഎഫ്ഐ, എഎവൈഎഫ് നേതാക്കൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി സുഭിലാഷ് കുമാർ നാട്ടുകാർക്കു നേരെ ഗുണ്ടാപ്രയോഗം നടത്തിയ സംഭവം വിവാദമാകുന്നു. കഴിഞ്ഞ ദിവസം കുളത്തൂപ്പുഴ അമ്പലം വാർഡിലെ ഗ്രാമസഭാ നടപടികൾക്കിടയിലുണ്ടായ തർക്കങ്ങൾക്കും ബഹളങ്ങൾക്കുമിടയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുഭിലാഷ് കുമാർ നാട്ടുകാരെ ഗുണ്ടകളെന്നും തെരുവിലുള്ളവരെന്നും ആക്ഷേപിക്കുകയായിരുന്നുവെന്നാണ് ആക്ഷേപം. നാട്ടുകാരെ ആക്ഷേപിച്ച ശേഷം പ്രസിഡന്റ് യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോകുകയായിരുന്നു. ഇടതുപക്ഷ യുവജന സംഘടനകളാണ് ആദ്യം പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. ഗ്രാമസഭയിൽ വാർഡിലെ വികസന പ്രവർത്തനങ്ങളിലെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുന്നവരെ ഗുണ്ടകളെന്നും തെരുവിലുള്ളവരെന്നും വിശേഷിപ്പിച്ചത് ഒരു ജനപ്രതിനിധിക്ക് ചേർന്നതല്ലെന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ ആരോപിച്ചു. നിരവധിയായിട്ടുള്ള അഴിമതികൾ നടത്തി എന്നുള്ള കാരണത്താൽ പലവിധത്തിലുള്ള പ്രതിഷേധ പരിപാടികളും പഞ്ചായത്തിലേക്ക് വിവിധ സംഘടനകളും ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത്തരം വികസന പ്രവർത്തനങ്ങൾ നടക്കാത്ത ആ വാർഡിൽ അതിനെ ചോദ്യം ചെയ്ത് ജനങ്ങളെ ഗുണ്ടകളെന്നും തെരുവിലുള്ളവരോട് സംസാരിക്കുവാൻ അവർ തയ്യാറല്ലെന്നും പറയുന്ന രീതിയിൽ ജനങ്ങളെ വളരെ മോശമായ രീതിയിൽ ആക്ഷേപിക്കുന്ന ഒരു സമീപനമാണ് പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് ഭരണസമിതിയും കൈക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം നടപടികൾ കൈക്കൊണ്ട പഞ്ചായത്ത് പ്രസിഡന്റ് ആ വാർഡിലെ പൊതുജനങ്ങളോട് പരസ്യമായി മാപ്പ് പറയുകയും തുടർന്ന് ആ ഗ്രാമസഭ വിളിച്ചുകൂട്ടി അവിടുത്തെ വ്യക്തിഗത ആനുകൂല്യങ്ങൾ നൽകുന്നതിന് വേണ്ടിയുള്ള ഈ വിഷയത്തിൽ ജനങ്ങളോട് പരസ്യമായി മാപ്പ് പറയണമെന്നും ഡിവൈഎഫ്ഐ തിങ്കൾക്കരിക്കം മേഖലാ സെക്രട്ടറി ജി രാജീവ് ആവശ്യപ്പെട്ടു. ഗ്രാമസഭാ നടപടികളിൽ പങ്കെടുക്കാൻ 100 കണക്കിന് സ്ത്രീകൾ അടങ്ങുന്ന സംഘമെത്തിയപ്പോൾ പൊതുജനങ്ങളെ ഗുണ്ടകളെന്ന് വിളിച്ച് ആക്ഷേപിച്ച നിലപാട് തെറ്റായിപ്പോയെന്ന് എഎവൈഎഫ് കുളത്തൂപ്പുഴ വില്ലേജ് സെക്രട്ടറി അജിമോൻ ആരോപിച്ചു. തെരുവിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നതിന് കഴിയില്ല എന്നും അവിടെ കൂടിയിരിക്കുന്ന പൊതുജനങ്ങളെയും മറ്റുമുള്ള ആൾക്കാരെയുമെല്ലാം തെരുവിലെ ആൾക്കാരായി മാത്രം ചിത്രീകരിച്ചുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും സംസാരിക്കുവാൻ കഴിയില്ല, അവിടെ കൂടിയിരിക്കുന്ന സ്ത്രീകളടക്കമുള്ള ആൾക്കാർ ഗ്രാമസഭയുടെ കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി ചോദിച്ചപ്പോൾ ഗുണ്ടായിസം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, ഗുണ്ടകളാണ് നിങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന ഒരവസ്ഥയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അത് മുൻ ഗ്രാമസഭകൾ നമ്മുടെ പഞ്ചായത്തിലുള്ള മുൻ ഗ്രാമസഭകളെല്ലാം പരിശോധിച്ചാൽ ഏതാണ്ട് എല്ലാ ഗ്രാമസഭകളും ഈ തരത്തിൽ ഗ്രാമസഭകൾ കൂടാതെ വളരെ ആസൂത്രിതമായി പ്ലാൻ ചെയ്തുകൊണ്ടുള്ള പഞ്ചായത്തിൻ്റെ നീക്കമാണ് പ്രസിഡന്റിലൂടെ അത് നടപ്പിലാക്കിയത് എന്ന് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ജനങ്ങളുടെ ആവശ്യം പറയുമ്പോൾ ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാന്യനായ പ്രസിഡന്റ് ഈ നിലയിൽ മുന്നോട്ട് പോയാൽ ഗ്രാമസഭ കൂടുന്നതിൽ നിന്ന് പ്രസിഡന്റിനെ ബഹിഷ്കരിച്ചുകൊണ്ട് ആ പൊതുജനങ്ങൾ പ്രസിഡന്റിനെ ബഹിഷ്കരിച്ചുകൊണ്ടുള്ള സമര പരിപാടികൾ ഗ്രാമസഭകൾ കൂടുന്നതിന് വേണ്ടി ആലോചിക്കും. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. ഗ്രാമസഭാ യോഗത്തിൽ നാട്ടുകാരെ താൻ അപമാനിച്ചിട്ടില്ലെന്ന് കുളത്തൂപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് സി സുഭിലാഷ് കുമാർ. സിപിഐ ബിജെപി പ്രവർത്തകരാണ് യോഗം തടസ്സപ്പെടുത്തിയതെന്നും പ്രസിഡന്റ് ആരോപിച്ചു.
ഗ്രാമസഭാ യോഗത്തിൽ നാട്ടുകാരെ താൻ അപമാനിച്ചെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്ന് കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി സുഭിലാഷ് കുമാർ പറഞ്ഞു. CPI BJP പ്രവർത്തകരാണ് ഗ്രാമസഭാ യോഗം അലങ്കോലപ്പെടുത്തിയതെന്ന് പ്രസിഡന്റ് ആരോപിച്ചു. താൻ സഞ്ചരിച്ച ബൈക്കിന്റെ താക്കോൽ ഊരിയെടുക്കുകയും ജനപ്രതിനിധിയെ തടയാൻ ശ്രമിക്കുകയും ചെയ്തപ്പോഴാണ് ഇത് ഗുണ്ടായിസമാണെന്ന് താൻ പ്രതികരിച്ചത്. നിസ്സാരമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് വളരെ നിസ്സാരമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഏതാനും ചില ആളുകൾ, അങ്ങനെ എനിക്കതിനെ പറയാൻ കഴിയുള്ളൂ, ഏതാനും 4-5 പേരടങ്ങുന്ന ഏതാനും ചില ആളുകൾ ആ ഗ്രാമസഭ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ്. അതിൽ ഇന്നലെ ആ ആളുകൾ വളരെ ബോധപൂർവമായി പത്രപ്രസ്താവന നടത്തിയിരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറും കൂടി അവിടുത്തെ ജനങ്ങളെ അപമാനിച്ചുവെന്നും സ്ത്രീകളടക്കമുള്ള ആളുകളെ ഗുണ്ടകളെന്ന് ആക്ഷേപിക്കുകയും അതോടൊപ്പം തെരുവിൽ കിടക്കുന്ന ആളുകളോട് സംസാരിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലുമാണ് ആ പത്രക്കുറിപ്പ് കൊടുത്തിരിക്കുന്നത്. വസ്തുതാപരമായി യാതൊരു രീതിയിലും ശരിയായ കാര്യമല്ല. ഞാൻ പറഞ്ഞത് ഏറ്റവും പരമാധികാര സഭയായ ഗ്രാമസഭയിൽ ഇരുന്നു കൊണ്ട് മാത്രമേ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പാടുള്ളൂ. ഏത് കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നാലും, എന്ത് വിഷയങ്ങളുണ്ടായാലും, റോഡിൻ്റെ ആയിരുന്നാലും, പാലത്തിൻ്റെ ആയിരുന്നാലും, ജനങ്ങളുടെ ആയിരുന്നാലും, അങ്കണവാടിയുടെ ആയിരുന്നാലും, ഏതൊരു വിഷയവും അത് ചർച്ച ചെയ്യേണ്ട വേദി ഗ്രാമസഭയാണ്. നിങ്ങൾ ഒന്നടങ്കം ഗ്രാമസഭയിൽ കയറിയിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ 4-5 ആളുകൾ മാത്രം, സ്ത്രീകളുണ്ടായിരുന്നവിടെ, സ്ത്രീകൾ ഞങ്ങളോട് പറഞ്ഞത് ഗ്രാമസഭ നടത്താനാണ് പറഞ്ഞത്. ആ ഗ്രാമസഭ നടത്താൻ പറഞ്ഞ സ്ത്രീകളോട് ആക്ഷേപകരമായ രീതിയിൽ സംസാരിച്ചത് അവിടുത്തെ ഈ പറഞ്ഞ ആളുകളാണ്. അത് ജനങ്ങൾ, ഞാൻ അവിടെ CPIയുടെയും BJPയുടെയും ആളുകളാണ് ഈ ഗ്രാമസഭ നടത്തുന്നതിന് തടസ്സം പിടിച്ചിരുന്നത്. ആ 4-5 ആളുകളെ ഞാൻ വെല്ലുവിളിച്ച് സംസാരിക്കുകയാണ്. അടുത്ത ഗ്രാമസഭയിൽ അവിടുത്തെ ജനങ്ങളോട് ഏത് രീതിയിലാണ് വർത്തമാനം പറഞ്ഞത് എന്ന്, അവിടുത്തെ ജനങ്ങളെ ഏതെങ്കിലും തരത്തിൽ ആക്ഷേപിച്ചിട്ടുണ്ടോ എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ ഞങ്ങൾ അവർ തമ്മിൽ കാണാം എന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ്. ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് വളരെ മോശപ്പെട്ട പ്രവണതയാണ്. എത്രയോ ജനങ്ങൾ ഗ്രാമസഭയ്ക്ക് അകത്തിരുന്ന് സംസാരിക്കുന്നു. ഏതാനും ചില ആളുകൾ അങ്ങനെ പറയാൻ കഴിയും. അവരെ ഞാൻ പറഞ്ഞത് ഗുണ്ടായിസം കാണിക്കരുത് എന്നാണ് പറഞ്ഞത്. ഗുണ്ടകളെ പോലെ എന്നല്ല പറഞ്ഞത്, ഗുണ്ടകളാണ് എന്നല്ല പറഞ്ഞത്. ഗുണ്ടായിസം കാണിക്കാൻ പാടില്ല. എൻ്റെ ബൈക്കിൻ്റെ ചാവി ഉരിയെടുക്കാൻ ശ്രമം നടത്തി, ഞങ്ങളെ തടഞ്ഞു നിർത്താനുള്ള ശ്രമം നടത്തി, ഏത് രീതിയിലും ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. അപ്പോൾ പറഞ്ഞു ഗുണ്ടായിസം നടത്താൻ പാടില്ല. അവിടുത്തെ സ്ത്രീകൾ പറഞ്ഞത് ആ ഗ്രാമസഭ നടത്താനാണ് പറഞ്ഞത്. ഇത്രയും സാഹചര്യങ്ങളാണ് അവിടെ ഉണ്ടായത്. സ്ത്രീകളടക്കം ഗ്രാമസഭാ നടപടികൾ നടത്തണമെന്നാണ് പറഞ്ഞത്. എന്നാൽ ഏതാനും ചിലരാണ് ഇതിന് തടസ്സമുണ്ടാക്കിയതെന്നും പ്രസിഡന്റ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. എല്ലാ നിയന്ത്രണങ്ങളും ലംഘിച്ച് തെന്മല ഗ്രാമപഞ്ചായത്തിൽ ഇറച്ചിക്കടകൾ വ്യാപകമാകുന്നു. കടകളുടെ മുന്നിൽ മാടുകളെ കെട്ടിയിട്ട് അവിടെ വെച്ച് തന്നെ കശാപ്പ് ചെയ്യുകയാണ് പതിവ്. ഇത് തെന്മല ഗ്രാമപഞ്ചായത്തിലെ എടമൺ 34-ലുള്ള ഇറച്ചിക്കടയുടെ മുന്നിൽ നിന്നുള്ള ദൃശ്യമാണ്. ഇവിടെ കശാപ്പനായി കൊണ്ടുവന്നിരിക്കുന്ന പോത്തിന്റെ പുറത്ത് കശാപ്പ് ചെയ്യുന്ന ഡേറ്റ് എഴുതി വെച്ചായിരുന്നു വിൽപ്പന. ജൂലൈ 5-ന് ഈ പോത്തിനെ കശാപ്പ് ചെയ്യുമെന്ന അറിയിപ്പാണ് പോത്തിന്റെ പുറത്ത് തന്നെ എഴുതി വെച്ചിരിക്കുന്നത്. യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ ലൈസൻസ് ഇല്ലാതെയാണ് ഇറച്ചിക്കടകൾ എടമൺ 34 പ്രവർത്തിക്കുന്നത്. സ്ലോട്ടർ ഹൌസ് ഇല്ലാത്ത തെന്മല ഗ്രാമപഞ്ചായത്തിൽ ഇറച്ചിക്കടകൾക്ക് പ്രവർത്തിക്കാൻ യാതൊരു അനുമതിയുമില്ല. കടയുടെ മുന്നിൽ കെട്ടിയിരുന്ന മാടുകളെ അവിടെ വെച്ച് തന്നെ കശാപ്പ് ചെയ്യുകയാണ് പതിവ്. തമിഴ്നാട്ടിൽ നിന്ന് എത്തിക്കുന്ന അസുഖം ബാധിച്ച മാടുകളെയും ഇവിടെ കശാപ്പ് ചെയ്യാറുണ്ടത്രേ. അധികൃതർ മൗനസമ്മതത്തോടെയാണ് അനധികൃത ഇറച്ചിക്കടകൾ പ്രവർത്തിക്കുന്നതെന്നും പറയപ്പെടുന്നു. എന്നാൽ ഇവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ മൃഗസംരക്ഷണ വകുപ്പോ ആരോഗ്യവകുപ്പ് അധികൃതരോ തയ്യാറാകുന്നുമില്ല. പഴകിയ ഇറച്ചി തമിഴ്നാട്ടിൽ നിന്ന് എത്തിച്ച് വില കുറച്ച് വിൽക്കുന്നതും പതിവാണ്. ഇത് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇടയാക്കുന്നുണ്ട്. എന്നാൽ ചെക്ക് പോസ്റ്റ് വഴി മാടുകളെ കടത്തിക്കൊണ്ടുവരുന്നതും യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കപ്പെടുന്നില്ല. എന്നാൽ പഞ്ചായത്ത് അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ വർഷങ്ങളായി ഇറച്ചിക്കടകൾക്ക് ലൈസൻസ് അനുവദിച്ചിട്ടില്ലെന്ന മറുപടിയാണ് ലഭിച്ചത്. എന്നാലും പരാതിക്കാരില്ലാത്തതിനാൽ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ഇവർ നൽകിയ മറുപടി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പവിത്രം ജുവലേഴ്സ്. ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്. കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി, കൂടാതെ നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ, എലഗന്റ് എത്നിക് കളക്ഷൻസ്, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുനലൂർ. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ.
ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഏറ്റവും അധികം തൊഴിൽ അവസരങ്ങളുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ, സ്കാനിംഗ്, റേഡിയോഗ്രാഫി, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, നഴ്സിംഗ് മുതലായ കോഴ്സുകൾ. മിതമായ ഫീസ് നിരക്കുകൾ തവണകളായി അടയ്ക്കാം. സാമ്പത്തിക പിന്നോക്കക്കാർക്ക് ഫീസ് ഇളവുകൾ. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയും പരിചയസമ്പത്തുമുള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ. സമ്പൂർണ്ണ പ്രാക്ടിക്കൽ സൗകര്യം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. അഡ്മിഷൻ തുടരുന്നു. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. മൊബൈൽ 9442555870. ഭാരത് കണ്ണാശുപത്രി, കൃഷ്ണൻ കോവിലിന് എതിർവശം, പുനലൂർ. ഞങ്ങളുടെ സേവനങ്ങൾ ജനറൽ ഓഫ്താൽമോളജി, തിമിര ശസ്ത്രക്രിയ, ഗ്ലൈക്കോമ, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, പീഡിയാട്രിക് ഓഫ്താൽമോളജി, ലോ വിഷൻ, റിഫ്രാക്ഷൻ സർവീസ്, കോണ്ടാക്ട് ലെൻസ്, മെഡിക്കൽ റെറ്റിന, ഓർബിറ്റ് ആൻഡ് ഒക്ലോപ്ലസി, ക്ലിനിക്കൽ ലബോറട്ടറി, ലേസർ സർവീസ്, ഒപ്റ്റിക്കൽസ് ആൻഡ് കമ്മ്യൂണിറ്റി ഓഫ്താൽമോളജി. ദിവസേന വേദനരഹിത, തുന്നൽരഹിത, രക്തരഹിത തിമിര ശസ്ത്രക്രിയകൾ ആശുപത്രിവാസമില്ലാതെ മിതമായ നിരക്കിൽ ചെയ്യപ്പെടുന്ന പുനലൂരിലെ ഏക സ്ഥാപനം. ഫോൺ 8891949693. സ്റ്റൈൽ ബാത്ത്. സ്റ്റൈൽ ബാത്ത്. Classy sanitary wears. From the house of luxury sanitary wears, Style Bath, Kottarakara, Ayur, Punlur. സ്വപ്ന വസ്ത്രങ്ങളുടെ പരവതാനി വിരിച്ച് ആധുനികം മുതൽ പരമ്പരാഗതം വരെയുള്ള ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ ജോസ് ടെക്സ്റ്റൈൽസ്, വാൻ ഹ്യൂസൺ, ലൂയി ഫിലിപ്പ്, സീറോ, പാർക്കർ, പാൻ അമേരിക്ക, പീറ്റർ ഇംഗ്ലണ്ട്, സിട്രസ്, രാംരാജ്, ലിവിൻ ട്രൗസേഴ്സ്, യൗവൻ ചുരിദാർ മെറ്റീരിയൽസ്, ബേബി കെയർ പ്രോഡക്ട്സ് എന്നിവ. ജോസ് ടെക്സ്റ്റൈൽസ്, PO ജംഗ്ഷൻ, പുനലൂർ. പരുത്തിപ്പാറ, തിരുവനന്തപുരം. ഫോൺ 0471-254-5858. പ്രസിഡൻസി കോളേജ് കോമേഴ്സ് ക്ലാസുകൾക്ക് മാത്രമായി പുനലൂർ പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന ഏക സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമാണ് പ്രസിഡൻസി കോളേജ്. പുനലൂരിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായി കേരള യൂണിവേഴ്സിറ്റി BCom പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ പ്രസിഡൻസി കോളേജ്. ഞങ്ങളുടെ ക്ലാസുകൾ +1, +2, ട്യൂഷൻ ആൻഡ് ഓപ്പൺ സ്കൂൾ, BCom, MCom, MBA, ട്യൂഷൻ ആൻഡ് പാരലൽ. പ്രസിഡൻസി കോളേജ് ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം, MJ ആർക്കേഡ്, പുനലൂർ. ഫോൺ 9447154898. BIS ഹോൾമാർക്ക് ആഭരണങ്ങൾ ഏറ്റവും ആദായകരമായി സ്വന്തമാക്കാൻ സുവർണാവസരം. ഏറ്റവും ഫാഷനബിൾ ആഭരണങ്ങൾ അണിഞ്ഞ് മിന്നിത്തിളങ്ങാൻ സുവർണാവസരം. ഇടിമണ്ണിക്കൽ ഫാഷൻ ജ്വല്ലറി, പുനലൂർ. എനിക്ക് നേരിട്ട് അറിയാവുന്നതാ ഇടിമണ്ണിക്കൽ സ്വർണത്തിന്റെ മഹിമ. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണ്ണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ, അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ഫാഷൻ ജ്വല്ലറി, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി, മുണ്ടക്കയം, റാന്നി, മുക്കൂട്ടുതറ, ചിറ്റാർ, പുനലൂർ. സുവർണ വിസ്മയമായ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിലേക്ക് ഏവർക്കും സ്വാഗതം. സെന്റ് മറിയം പോളിടെക്നിക് കോളേജ്, ആലക്കുളം, തെങ്കാശി. തെങ്കാശി തിരുനെൽവേലി പ്രധാന പാതയ്ക്ക് സമീപം ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിൽ സാങ്കേതിക വിദ്യാഭ്യാസത്തിന്റെ പൂർണ്ണതയായി സെന്റ് മറിയം പോളിടെക്നിക് കോളേജ്, ദ പെർഫെക്റ്റ് ന്യൂ ജനറേഷൻ പോളിടെക്നിക് കോളേജ്. Canteen facility, special coaching for campus interviews. We give 8 diploma level courses: diploma in civil engineering, mechanical engineering, electrical and electronics engineering, electronics and communication engineering, computer engineering, automobile engineering, marine engineering, and instrumentation and control engineering. Library, scholarship for well-scored students, Malayali management, Kerala food, 100% placement and transport facilities. St. Mariam Polytechnic College, Alakkulam, Tengashi. സ്വപ്നങ്ങൾ നെയ്യുമ്പോൾ അവളിൽ സൗന്ദര്യം നിറയും. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവാൻ അവൾ കാത്തിരിക്കും. ആ കാത്തിരിപ്പ് അവളുടെ മംഗല്യ മുഹൂർത്തത്തിലാവുമ്പോൾ അതിന് എന്തെന്നുമില്ലാത്തൊരു ശോഭ നൽകും. ആ ശോഭയിൽ അവൾ തിളങ്ങും ഒരു രാജകുമാരിയെ പോലെ. ഷൈനിങ് ഗോൾഡ് 916 ഹാൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ്. കേരള ഫാഷൻ ജ്വല്ലറി, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, മെയിൻ റോഡ്, പത്തനാപുരം. ഫോൺ 0475235545. കേരള
കോൺഗ്രസ് ബി പ്രവർത്തകർ നടത്തിയ കല്ലേറിൽ KSU പ്രവർത്തകന് പരിക്കേറ്റ സംഭവത്തിൽ പ്രതിഷേധിച്ച് KSU നേതൃത്വത്തിൽ KB ഗണേഷ് കുമാർ MLAയുടെ വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മാർച്ച് KSU ജില്ലാ പ്രസിഡന്റ് ഫൈസൽ കുളപ്പാടം ഉദ്ഘാടനം ചെയ്തു. നെടുമ്പറമ്പ് ജംഗ്ഷനിൽ നിന്നും പ്രകടനമായി എത്തിയ KSU പ്രവർത്തകരെ പഞ്ചായത്ത് ജംഗ്ഷനിൽ ബാരിക്കേഡ് സ്ഥാപിച്ച് പോലീസ് തടഞ്ഞു. ബാരിക്കേഡ് തകർത്ത് മുന്നേറാൻ പ്രവർത്തകർ നടത്തിയ ശ്രമം മുതിർന്ന നേതാക്കൾ ഇടപെട്ട് തടയുകയായിരുന്നു. തുടർന്ന് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പ്രതിഷേധ സമരം KSU ജില്ലാ പ്രസിഡന്റ് ഫൈസൽ കുളപ്പാടം ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ബ്രാക്കറ്റ് പാർട്ടിയുടെ ചില തെരുവ് പട്ടികൾ ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും പ്രവർത്തകരുണ്ട്. പക്ഷേ ഇവിടെ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത് ചില തെരുവ് പട്ടികളാണെന്നുള്ള കാര്യത്തിൽ കൂലിക്കെടുക്കുന്ന ചില തെരുവ് പട്ടികൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു പതാക മെനഞ്ഞാന്ന് ഇവിടെ കീറുകയുണ്ടായി. ആ പതാക കീറുന്നതിന് കൂട്ടുനിന്നത് MLAയുടെ ഒരു PA ആണ്. ആ PAയുടെ പേര് പരസ്യമായിട്ട് ഞങ്ങൾക്ക് പറയുവാൻ അറിയാം. പക്ഷേ വെറും പട്ടിയായതിനാൽ അവന്റെ പേര് ഇവിടെ പറയാം. ഇവിടെ എല്ലാം നിൽക്കുന്നത് ചങ്കുറ്റമുള്ള ആണുങ്ങളാണ്. പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് അടികൊള്ളുന്നവന്മാരല്ല. KSU സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സാജു ഖാൻ മുഖ്യപ്രഭാഷണം നടത്തി. KB ഗണേഷ് കുമാർ MLAയെയും കേരള കോൺഗ്രസ് ബി നേതാക്കളെയും KSU നേതാക്കൾ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. ഇതിനിടെ ശക്തമായി പെയ്ത മഴ സമരത്തിന്റെ വീര്യം കുറച്ചു. ഇതോടെ നേതാക്കളും പ്രവർത്തകരും വ്യാപാര സ്ഥാപനങ്ങളിലും മറ്റും അഭയം പ്രാപിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. അതേസമയം പ്രകടനത്തിലുണ്ടായ സംഘർഷം ചെറുക്കുന്നതിനായി പോലീസ് ലാത്തി വീശി. പത്തനാപുരത്ത് KSU മാർച്ചിനിടെ പോലീസ് ലാത്തിവീശി. വെള്ളിയാഴ്ച വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ച KSU പ്രവർത്തകർ KB ഗണേഷ് കുമാർ MLAയുടെ വസതിയിലേക്ക് പ്രതിഷേധ മാർച്ചും നടത്തി. പ്രതിഷേധ മാർച്ച് കഴിഞ്ഞ് മടങ്ങിപ്പോയ പ്രവർത്തകർ KB ഗണേഷ് കുമാർ MLAയുടെ ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളും നശിപ്പിച്ചു. ഇതോടെ സംഘർഷവുമുണ്ടായി. തുടർന്ന് പോലീസ് ലാത്തിവീശുകയായിരുന്നു. പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കല്ലേറ് നടന്നതും സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. പ്രതിഷേധ മാർച്ചിന് JL നസീർ, U നൌഷാദ്, റോയ് ജോർജ്, MS പ്രദീപ് കുമാർ, സജിത്, ഷക്കീം തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പത്തനാപുരം MLA KB ഗണേഷ് കുമാറിനും CPMനുമെതിരെ കോൺഗ്രസിന്റെ രൂക്ഷ വിമർശനം. MLAയുടെ ഗുണ്ടകളാണ് പത്തനാപുരം പട്ടണത്തിൽ ആക്രമണങ്ങൾ നടത്തിയതെന്നും കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു. പത്തനാപുരം പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് പത്തനാപുരം MLA KB ഗണേഷ് കുമാറിനും CPMനുമെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസം പത്തനാപുരത്ത് നടന്ന ഹർത്താലിന്റെ മറവിൽ KB ഗണേഷ് കുമാർ MLAയുടെ ഗുണ്ടകളാണ് നഗരത്തിൽ അക്രമം നടത്തിയതെന്ന് KPC നിർവാഹക സമിതി അംഗം CR നജീബ് ആരോപിച്ചു. ഇന്നലെ ഇവിടെ പ്രകടനത്തിന് വന്ന ആളുകൾ ഈ പ്രദേശത്തുള്ളവരല്ല. മനഃപൂർവ്വമായി ക്രിമിനൽസിനെ പുറത്തു നിന്ന് ഇറക്കി പത്തനാപുരത്ത് സംഘർഷമുണ്ടാക്കി സംഘർഷത്തിൽ നിന്നും കാര്യങ്ങൾ മുതലെടുക്കുന്നതിന് വേണ്ടിയാണ് MLA ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ ആക്ഷേപം. അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് CPM നേതൃത്വം സ്വീകരിക്കുന്നതെന്നും CR നജീബ് കൂട്ടിച്ചേർത്തു. ഇതിന് ഉദാഹരണമാണ് CPM ജില്ലാ സെക്രട്ടറി MLAയുടെ വീട്ടിൽ സന്ദർശനം നടത്തിയെന്നും ഇദ്ദേഹം കുറ്റപ്പെടുത്തി. കഴിഞ്ഞ ദിവസം MLAയുടെ വീട് സന്ദർശിച്ചു. എന്തിനു സന്ദർശിച്ചു? ഇപ്പൊ അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന ജോലിയാണ് മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ളത്. കൊലപാതകളെ സംരക്ഷിക്കുന്നു, അഴിമതിക്കാരെ സംരക്ഷിക്കുന്നു. അതിന് ഏറ്റവും വലിയ തെളിവാണ് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ സംരക്ഷിക്കുന്നു, കൊലക്കേസിലെ പ്രതികളെ സംരക്ഷിക്കുന്നു,
ബാലകൃഷ്ണപിള്ളയെ പോലെ കെ ബി ഗണേഷ് കുമാറിനെ പോലുള്ള അഴിമതിക്കാരായ ആളുകളെ സംരക്ഷിക്കുന്നു. അതിൻ്റെ പ്രതിഫലനമാണ് കഴിഞ്ഞ ദിവസം സഖാവ് മീരാപ്പിള്ളയും സഖാവ് അവരുടെ ജില്ലാ സെക്രട്ടറി ബാലഗോപാലും വീട് സന്ദർശിച്ചിട്ട് പ്രധാനമായിട്ടുള്ള കാര്യം മനസ്സിലാക്കി. ബോധപൂർവം പോലീസ് കേരള കോൺഗ്രസ് ബി പ്രവർത്തകരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു. ക്രിമിനൽ പുള്ളികളായിട്ടുള്ള കേരള കോൺഗ്രസ് ബി നിൽക്കുന്ന പല ആളുകളെയും പിടിക്കണമെന്ന് ആവശ്യപ്പെട്ടും പിടിക്കാതെ MLA-യുടെ ഭാഗത്ത് നിന്ന് MLA-യുടെ നിർദ്ദേശമനുസരിച്ച് പ്രകോപനമുണ്ടാക്കിയ ആളുകളെ അറസ്റ്റ് ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടും അറസ്റ്റ് ചെയ്യാതെ യഥാർത്ഥത്തിൽ ഒരു പ്രകോപനം ഉണ്ടാക്കിയത് പോലീസുകാർ തന്നെയാണ്. അവസാനം ചോദ്യം ചെയ്ത കോൺഗ്രസുകാരുടെ ഭാഗത്തു നിന്നുള്ള തീർത്തുള്ള വീഴ്ചയാണ്. ഇതിൽ പ്രതിഷേധിച്ച് പത്തനാപുരത്ത് ശനിയാഴ്ച പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിക്കുമെന്നും CR നജീബ് പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് JL നസീർ, MA സലാം, ഫറൂഖ് മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. മടത്തറ പാരിപ്പള്ളി സംസ്ഥാന പാതയിൽ മരങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നു. മന്ത്രി നൽകിയ ഉറപ്പും പാഴാകുന്നു. കോതമംഗലത്ത് സ്കൂൾ ബസിന് മുകളിൽ മരം വീണ് 5 വിദ്യാർത്ഥികളുടെ ജീവൻ പൊലിഞ്ഞപ്പോൾ പാതയോരത്ത് അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഉറപ്പ് പാലിക്കപ്പെട്ടിട്ടില്ല. മടത്തറ പാരിപ്പള്ളി സംസ്ഥാന പാതയിൽ നിൽക്കുന്ന ഭൂരിഭാഗം മരങ്ങളും അപകടാവസ്ഥയിലാണ്. ഉണങ്ങിയതും ചുവട് ദ്രവിച്ചതും ചുവട്ടിൽ മണ്ണില്ലാതെ ബലക്ഷയം നേരിടുന്നതുമായ നിരവധി മരങ്ങൾ ഈ മേഖലയിലുണ്ട്. ഇതിൽ ചിതറയ്ക്കും മടത്തറയ്ക്കും ഇടയിൽ തന്നെ 15ഓളം മരങ്ങൾ ഇത്തരത്തിൽ വൻ അപകട ഭീഷണി ഉയർത്തി നിലനിൽക്കുന്നവയാണ്. സ്കൂൾ വാഹനങ്ങളടക്കം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ പാതയിൽ ഇത്തരത്തിലുള്ള മരങ്ങൾ കടുത്ത ഭീഷണിയാണ് ഉയർത്തുന്നത്. ഇത് സംബന്ധിച്ച് ലൈവ് വാർത്ത നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അടുത്തിടെ മരം കടപുഴകി വീണ് ഇവിടെ അപകടമുണ്ടായപ്പോൾ തലനാരിഴയ്ക്കാണ് ഇരുചക്ര വാഹന യാത്രികൻ രക്ഷപ്പെട്ടത്. കോതമംഗലം ദുരന്തത്തിന് സമാനമായ മറ്റൊരു അപകടം ഇവിടെ ആവർത്തിക്കുന്നതിന് മുമ്പ് ഇവിടെ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കടക്കൽ. പത്തനാപുരം മൗണ്ട് താബോർ ദയറയുടെയും സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA-യുടെയും നേതൃത്വത്തിൽ അനുമോദന യോഗവും അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. യോഗം മുൻ ജയിൽ DGP അലക്സാണ്ടർ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും മൗണ്ട് താബോർ ഗേൾസ് ഹൈസ്കൂളിൽ നിന്നും കഴിഞ്ഞ SLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് ദേറ മാനേജ്മെന്റും PTA-യും ചേർന്ന് പുരസ്കാരങ്ങൾ നൽകി അനുമോദിച്ചത്. സെന്റ് സ്റ്റീഫൻസ് ഓഡിറ്റോറിയത്തിലായിരുന്നു ചടങ്ങ്. മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ 3ാം റാങ്ക് കരസ്ഥമാക്കിയ അജേഷ് സാബുവിനെയും ഏറ്റവും മികച്ച NSS വാളണ്ടിയറായ U വിഷ്ണുവിനെയും SSLC+2 പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾ A+ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു. കോർപ്പറേറ്റ് മാനേജർ CO ജോസഫ് റമ്പൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് G തുളസീധരൻ നായർ, പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ഫാത്തിമ ഖാൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ഹരിപ്രകാശ്, സെന്റ് സ്റ്റീഫൻസ് പ്രിൻസിപ്പൽ മേരി മാത്യു, സെന്റ് സ്റ്റീഫൻസ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ TM ഈപ്പച്ചൻ, ഡെപ്യൂട്ടി ഹെഡ്മാസ്റ്റർ സുരേഷ് ബാബു, റഹ്മത്ത് ദിലീപ്, സ്റ്റാഫ് സെക്രട്ടറി ബിനു ഡാനിയൽ എന്നിവർ സംസാരിച്ചു. അവാർഡ് ദാന ചടങ്ങിൽ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും അടക്കം 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല, തോപ്പുംപടി ആൻഡ് ഗോൾഡ് സൂക്ക്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, മിക്സികൾ, ഗ്യാസ് സ്റ്റവുകൾ, തയ്യൽ മെഷീനുകൾ, ഹോം തിയേറ്ററുകൾ, ഇൻവെർട്ടറുകൾ, ഡിജിറ്റൽ UPSകൾ തുടങ്ങി എല്ലാവിധ ഗൃഹോപകരണങ്ങളും, ലാപ്ടോപ്പ്, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ എന്നിവയുടെ വിൽപ്പനയും സർവീസും അഹൂജ, സ്റ്റുഡിയോ മാസ്റ്റർ എന്നീ കമ്പനികളുടെ പബ്ലിക് അഡ്രസ് സിസ്റ്റവും ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, സ്പെയറുകൾ, കോർ ഓഡിയോ സിസ്റ്റംസ്, കേബിൾ TV ഐറ്റംസ് എന്നിവയും DTH സെയിൽസ് ആൻഡ് റീചാർജിംഗ് സേവനവും ലഭ്യമാണ്. കുരുമ്പേലിൽ സമ്മാന പെരുമഴ ഓഗസ്റ്റ് മുതൽ ഡിസംബർ.
എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിലുണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. സെന്റ് തോമസ് ഹോസ്പിറ്റൽ, തൂക്കുപാലത്തിന് സമീപം, പുനലൂർ. ഹോമിയോപ്പതി വിഭാഗത്തിൽ ഡോക്ടർ കെ ടി തോമസ്, ഡോക്ടർ രഞ്ജിത്ത് തോമസ്. അലോപ്പതി ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ ഡോക്ടർ വി എസ് പോറ്റി, ഡോക്ടർ സിമി രഞ്ജിത്ത്, ENT സ്പെഷ്യലിസ്റ്റ് ജോ ബാബു എന്നിവരും. മദ്യാസക്തിക്കും മാനസിക വൈകാരിക പ്രശ്നങ്ങൾക്കുമായി ഡോക്ടർ പുരുഷോത്തമ ഭട്ട്, ഡോക്ടർ കെ ടി തോമസ്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഷിബുവിന്റെയും സേവനം. അൾട്രാസൗണ്ട്, ഇൻഫ്രാറെഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഫിസിയോതെറാപ്പി വിഭാഗവും. BSSന്റെ കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത നഴ്സിംഗ്, ലാബ്, എക്സ്റേ, ECG ടെക്നീഷ്യൻ, 2 വർഷ പാരാമെഡിക്കൽ കോഴ്സുകളും. സെന്റ് തോമസ് ഹോസ്പിറ്റൽ, പുനലൂർ. ഫോൺ 222239. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് ACയുടെ അംഗീകൃത ഡീലർ. ഫിനോലിക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ. ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475222120. ഡേറ്റാടെക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി, ശിവൻകോവിൽ റോഡ്, പുനലൂർ. കേരള യൂണിവേഴ്സിറ്റി ലേണേഴ്സ് സപ്പോർട്ട് സെന്ററായ ഡേറ്റാടെക്, BBA, BCA, BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BCom കോർപ്പറേഷൻ, BA ഇംഗ്ലീഷ് തുടങ്ങിയ UG കോഴ്സുകൾ, MBA, MCom ഫിനാൻസ്, MA ഇംഗ്ലീഷ് തുടങ്ങിയ PG കോഴ്സുകളിലും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ 4 നൂറ്റാണ്ട് പിന്നിടുന്ന പരിചയ സമ്പന്നതയ്ക്കൊപ്പം മികവുറ്റ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം കുറഞ്ഞ ചെലവിൽ എല്ലാവർക്കും. സിവിൽ, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ തുടങ്ങി 3 വർഷ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സുകളിലേക്കും അഡ്മിഷൻ തുടരുന്നു. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. ഡേറ്റാടെക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി, ശിവൻകോവിൽ റോഡ്, പുനലൂർ. KMK ആയുർവേദ കമ്മ്യൂണിറ്റി കോളേജ്, KMK ഹോസ്പിറ്റൽ കോംപ്ലക്സ്, കുന്നിക്കോട് PU, കൊല്ലം. 1 വർഷം കൊണ്ട് ജോലി നേടുവാൻ ആയുർവേദ നഴ്സിംഗ് 62 വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ഡോക്ടർ K മൊയ്തീൻ കുഞ്ഞിലബയുടെ മേൽനോട്ടത്തിൽ കുന്നിക്കോട് KMK ആയുർവേദ ആശുപത്രിയിൽ കഴിഞ്ഞ 13 വർഷമായി ആയുർവേദ നഴ്സിംഗ് ആൻഡ് പഞ്ചകർമ്മ കോഴ്സ് നടത്തിവരുന്നു. ഈ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നു. കടവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. പെട്രോ ടൈൽസ്, എക്സ്റ്റീരിയർ ഡിസൈനർ ടൈൽസ്, പേവിംഗ് ബ്ലോക്സ്, വോൾ ടൈൽ, ഫ്ലോർ ടൈൽ എന്നിവ നിർമ്മിക്കപ്പെടുന്നു. വിവിധ ഡിസൈനുകളിലുള്ള ടൈലുകൾ തിരഞ്ഞെടുക്കാം. ഓളോ ബ്രിക്സ്, കോൺക്രീറ്റ് ബ്ലോക്കുകൾ, ഇഷ്ടിക, മെറ്റൽ, പാറമണൽ, സിമന്റ്, സ്റ്റീൽ, AC ഷീറ്റ്, കമ്പി, പെയിന്റ് ആൻഡ് സാനിറ്ററി, റൂഫിംഗ് ഷീറ്റ്, സെറാമിക് ടൈലുകൾ തുടങ്ങി മേൽത്തരം കമ്പനികളുടെ ഉൽപ്പന്നങ്ങളും മിതമായ നിരക്കിൽ ലഭിക്കുന്നു. കടവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. ഫോൺ 0475222636. പുനലൂർ മുഹീദ്ദീൻ മദ്രസയുടെ നേതൃത്വത്തിൽ ബദർ അനുസ്മരണവും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു. ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യ യുദ്ധമായ ബദർ യുദ്ധ വിജയത്തിന്റെ അനുസ്മരണമായാണ് 17ാം രാവ് ആഘോഷിക്കുന്നത്. അല്ലാഹു അക്ബർ. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ വീണ്ടും. കാഴ്ചശക്തിയില്ലാത്ത യുവാവിനെയും കുടുംബത്തെയും ജമാഅത്ത് ഭാരവാഹികൾ വീട് കയറി മർദ്ദിച്ചതായി പരാതി. മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി കിഴക്കൻ മേഖലയിൽ അനധികൃത ഇറച്ചി വിൽപ്പന. പത്തനാപുരത്ത് KSU മാർച്ചിനിടെ സംഘർഷം, പോലീസ് ലാത്തിവീശി. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.
ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വിനായക ഫിസിയോതെറാപ്പി സെന്റർ, അഞ്ചൽ, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, കിങ്സ് മെഡിക്കൽ ലാബ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ ആൻഡ് SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ് കുന്നിക്കോട്.